ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പുറത്തിറങ്ങി പറയാനുള്ള ആത്മധൈര്യം കോൺഗ്രസ്സുകാരന് നഷ്ടപ്പെട്ടു പോയൊരു കാലം. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളെ പാർട്ടി പ്രവർത്തകർ പോലും സ്വീകരിക്കാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തിനീ പാർട്ടി പ്രവർത്തകർ പല കോൺഗ്രസ്സുകാരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ അധികാരമില്ല, കേന്ദ്രത്തിൽ അധികാരമില്ല, ത്രിതല പഞ്ചായത്തുകളിൽ അധികാരത്തില്ല, മെമ്പർമാരില്ല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരില്ല. ഞാൻ ആരെ പ്രതീക്ഷിക്കണം? കേന്ദ്രം പോയാലും കേരളത്തിൽ ഒരു ഭരണം കിട്ടും, തുടർഭരണം കിട്ടും എന്ന പ്രതീക്ഷയിൽ നിന്നാണ് ആർക്ക് വേണ്ടി പോകുന്നത്? KPCCയുടെ തണുത്ത നേതൃത്വം. ഈ സമയത്താണ് ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. എന്നും കേട്ട ഒരു വാർത്തയാണ് സുധാകരനെ വിളിക്കും കോൺഗ്രസ്, ഇന്നലെ വിളിക്കും കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന് കേട്ടതിന് ശേഷം പിന്നീട് കേട്ട സുധാകരനെ. കാരണം എന്താ? വാക്കുകൾ കൊണ്ട് പ്രവർത്തകർക്ക് ആവേശം നൽകുന്നു. ഇത് വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവർത്തിക്കുന്നു. കണ്ണൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ പേടിച്ചിരുന്ന ഒറ്റ പേരേ ഉള്ളൂ. അത് കുമ്പക്കുടി സുധാകരൻ്റെതാണ്, K സുധാകരൻ്റെയാണ്. കലാലയ രാഷ്ട്രീയം മുതൽ ഇങ്ങോട്ട് കണ്ണൂരിൽ അവരെ ഉറപ്പിച്ച നേതാവിനെ KPCC അധ്യക്ഷനാക്കാൻ AICC തീരുമാനിക്കും. അവിടെ മാറി കോൺഗ്രസിന്റെ തലവൻ. പറയുന്നതാണ്, ആരും പറയാതെ പോയെന്നാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരും പറയാതെ പോയ പേരാണ് K സുധാകരൻ. പ്രവർത്തകർക്ക് ഞങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന് തോന്നലുണ്ട്. ഓർമ്മയുണ്ടാവും ഒരു ഓഡിയോ ക്ലിപ്പ്. അദ്ദേഹത്തെ വിളിക്കുക, ഞങ്ങളെ അടിച്ചാലെന്താ തിരിച്ചടിച്ചൂടെ? അത് മതി. തനിക്കെതിരെ പ്രവർത്തിക്കുന്ന തന്റെ പിള്ളേരെ, അതേ പറഞ്ഞില്ല, എന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന പിള്ളേരെ അരിഞ്ഞ വീട്ടിയന്മാരോട് നോ കോംപ്രമൈസ്. അതാണ് രാഷ്ട്രീയം, കണ്ണൂര് രാഷ്ട്രീയം. അല്ലാതെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമല്ല. ആ മനുഷ്യൻ വന്നതോടുകൂടി ഇവിടുത്തെ ഈ KSUക്കാരന്, യൂത്ത് കോൺഗ്രസ്സുകാരന്, മഹിളാ കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്ക് നാഥനുണ്ട്, പേര് K സുധാകരൻ എന്ന. ഒരു പ്രശ്നത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ പാർട്ടി സംരക്ഷിച്ചു എന്ന് തോന്നലുണ്ടാക്കി കൊടുക്കാൻ K സുധാകരനെ ശ്രമിച്ചു. നീ ആരാടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാനാടാ, സുധാകരനാടാ, അല്ലെങ്കിൽ സുധാകരന്റെ പിള്ളേരാടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം പ്രവർത്തകർക്ക് ആ പേര് നൽകുന്നുണ്ട്.